ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചക്ക എരിശ്ശേരി വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പം നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചക്ക വേവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം 1 ഗ്ലാസ് ഒഴിച്ചു, പിന്നെ 1 ഗ്ലാസും കൂടി, അങ്ങനെ 2 ഗ്ലാസ് ഒഴിച്ചു. പിന്നെ ഗ്യാസ് കത്തിച്ചു, നമ്മുടെ ചക്ക അതിലോട്ട് എടുത്ത് വെച്ചു. ഇനി അത് വേവട്ടെ. ഞാൻ ചക്ക എരിശ്ശേരിയാണ് വെക്കുന്നത് കേട്ടോ. ഇത്തിരി ലൂസായിട്ട് വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ജീരകം, കറിവേപ്പില, വെളുത്തുള്ളി, 2 പച്ചമുളക്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കാം. ഞാൻ 2 എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലെ ജാറിലോട്ടെടുത്ത് ഇടാം. തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി ഒരുമിച്ച് നമുക്കിടാം. ഒരു ശകലം കുറച്ച് വെള്ളമൊന്നും ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ചക്ക എരിശ്ശേരി ലൂസായിട്ടാണ് ഞാൻ വയ്ക്കുന്നത്. ശകലം ഒരു പേരിന് വേണ്ടി ഇത്തിരി പൂല ഒഴിച്ച് ഒന്ന് ജസ്റ്റ്, ഒരുപാട് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അങ്ങനെ എന്താ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചക്ക വെന്തോന്നൊന്ന് തുറന്നു നോക്കാം. ചക്ക വെന്തിട്ടില്ല, കുറച്ചും കൂടി വേണം കേട്ടോ. ഞാൻ അടി പിടിക്കാതെയൊക്കെ വെള്ളമൊക്കെ ഉണ്ടാകുന്ന നോക്കിയാണ്. അപ്പം വെള്ളമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു തവി വെച്ച് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടി പിടിക്കാതെ നോക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് വെന്താലേ നമുക്ക് അരപ്പിടാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഞാൻ മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞ് വീണ്ടും തുറന്നു നോക്കി. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. 4 വശത്തുനിന്നും ഇളക്കി, അടി കിടക്കുന്നതൊക്കെ മീതൊക്കെ ആക്കി ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം. ഉണ്ടാ വെന്തിട്ടുണ്ട്. എങ്കിലും ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് വീണ്ടും തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, നല്ല കുഴഞ്ഞ് നല്ല പരുവത്തിലായിട്ടുണ്ട്. ഞാൻ അരപ്പിടാനായിട്ട് എടുത്തപ്പോഴത്തേക്കും മോക്ക് അരപ്പിടുന്ന മുമ്പ് അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. ഈ ചക്കയിൽ ഇത്തിരി തേങ്ങ ഇട്ടിട്ട് തേങ്ങയും ഉപ്പും തളിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവർക്ക് മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റി കേട്ടോ. പിന്നെ ഞാൻ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു. അരപ്പൊഴിച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചിടുന്നുണ്ട് കേട്ടോ. അരപ്പ് എല്ലായിടത്തും ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ഞാൻ മക്കൾക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചക്കയിൽ കുറച്ച് ഉപ്പ് തളിച്ചിട്ട് തേങ്ങ തിരുവി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇടണം. അതും കൂടി ഇട്ട് മിക്സ് ചെയ്തിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഈ ചക്ക കൂട്ടാൻ വയ്ക്കണേക്കാട്ടിയും. എനിക്ക് ഇങ്ങനെ കൂട്ടാൻ വയ്ക്കുന്ന സമയത്ത് അരപ്പിടുന്ന മുമ്പ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ ഞാൻ ആ തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് ഇളക്കി എടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും മോള് വന്ന് ഒക്കെ ഞാൻ കൊടുത്തു. അങ്ങനെ അത് കഴിക്കാനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ ഇനി ഇതിൽ ഞാൻ കടു വറുക്കുന്നുണ്ട് കേട്ടോ. കടു വറുക്കാനായിട്ട് ഞാൻ തേങ്ങയും ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 വറ്റൽമുളകും കറിവേപ്പിലയും. ഇത് കടു വറുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കും. തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ട് അതിലോട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ള ഒരിതിലാണ്. അങ്ങനെ ഞാൻ കുറച്ച് പച്ച എണ്ണയും കൂടി അതിലോട്ട് ഒഴിച്ചു. ഇത്തിരി ഉപ്പും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പുമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ഇത് ഇത്തിരി ലൂസായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചക്ക എരിശ്ശേരി നമ്മൾ അങ്ങനെയാണല്ലോ വയ്ക്കുന്നത്. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി മിക്സ് ചെയ്ത് അരപ്പും ചക്കയും എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടു വറുക്കണം. കടു വറുക്കാനായിട്ട് ഞാൻ ഇരുമ്പ് ചട്ടി എടുത്ത് ഗ്യാസിൽ വെച്ചു കേട്ടോ. ഗ്യാസിൽ വെച്ചു. ഇനി അത് ചൂടായതിന് ശേഷം നമുക്ക് ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ കടുക് ഇട്ട് പൊട്ടിക്കണം.
അങ്ങനെ വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാമല്ലോ, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ കടുക് ഇടുകയാണ് കേട്ടോ. ഒരു അര സ്പൂൺ കടുക് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വറ്റൽ മുളകും കറിവേപ്പിലയും അതിടാം. കടുക് ദാ പൊട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ 3 വറ്റൽ മുളക് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും അതിൻ്റെ കൂടെ ഇട്ടു. പിന്നെ നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നത് ഉള്ളിയും കൂടി ചേർത്ത് കേട്ടോ. നന്നായിട്ട് ഇളക്കണം. ഇച്ചിരി ഒന്ന് മൂത്ത് വരുമ്പോൾ നന്നായിട്ട് ഇളക്കി കടുക് വെക്കണതിൻ്റെ ആ ഒരു പരുവം അറിയാമല്ലോ. അത് നന്നായിട്ട് മൂത്ത് വരണം. അങ്ങനെ നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചെറിയൊരു ഇത് ചുമന്ന് വന്നു. അപ്പോൾ ഞാൻ തേങ്ങയും കൂടി അങ്ങ് അതിലോട്ട് ആഡ് ചെയ്ത് കേട്ടോ. ഇനി തേങ്ങയും ഈ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കടുവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ചുമന്ന് വരണം. നമ്മൾ വറുത്തരച്ച് കറിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും തേങ്ങ വറുക്കൂലേ, അതുപോലെ നന്നായിട്ട് ചുമന്ന് വരണം. ഇതാ കണ്ടല്ലോ, നിറം മാറിയത് കണ്ടോ. നന്നായിട്ട് ഉള്ളിയും വറ്റൽമുളകും തേങ്ങയും എല്ലാം നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമ്മളെ ചക്ക എരിശ്ശേരിയിൽ ഇളക്കി വെച്ചിരിക്കുന്ന ചക്ക എരിശ്ശേരിയിലോട്ട് നമുക്കിതെടുത്ത് ഇതെടുത്തൊഴിക്കാം. ഇനി അതിട്ട് ഒഴിച്ചു കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചക്ക എരിശ്ശേരി ഇവിടെ റെഡിയാണ് കേട്ടോ. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് അങ്ങനെ നമ്മുടെ ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാം, എല്ലാവരും വെക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നല്ല ചക്ക സീസണൊക്കെയാണ്. ഇപ്പോൾ ചക്ക എരിശ്ശേരി വെച്ചിട്ട് അഭിപ്രായം പറയണം.